ഒരു കാര്യം അറിയോ, ദുബായിൽ മുമ്പൊക്കെ ഒരു 10 വർഷം മുന്നേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നിൽക്കുന്ന മാക്സിമം സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം 3 വർഷമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ആവറേജ് സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോൾ 7 വർഷത്തിലേക്ക് ഗ്രോ ചെയ്തിരിക്കുക. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നിങ്ങൾ പലരും, ഞാൻ ഉൾപ്പെടെയുള്ളവർ, ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് പൈസ ഉണ്ടാക്കിയ ശേഷം മടങ്ങിപ്പോവുക, തിരിച്ചു പോകുക എന്നുള്ള മൈൻഡിലായിരിക്കും. അങ്ങനെ വന്നിട്ട് അവസാനം ഇവിടെ നിന്ന് ഒരിക്കലും തിരിച്ചു പോകാത്തൊരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇവിടുത്തെ കംഫർട്ട്, സേഫ്റ്റി കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുമെങ്കിലും അതിനേക്കാൾ ഏറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നൊരു കോൺഫിഡൻസാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു നല്ലൊരു കാറ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കാർ എടുത്ത് റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ കാറായിരിക്കും ഏറ്റവും പ്രൈം ആയിട്ടുള്ള കാർ, അല്ലെങ്കിൽ ഏറ്റവും പ്രീമിയം കാർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു കാർ എടുത്ത് റോഡിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ കാറിനെ വെല്ലുന്ന ഒരു 50 കാറാണ് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ടാവുക. സോ അത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്, ഇനിയും ഉയരങ്ങളിലേക്ക് പോകണം, അവരെ പോലെ ആവണം, അവരുടെ ഒരു റേഞ്ചിലോട്ട് എത്തണം എന്നുള്ളൊരു മോട്ടിവേഷൻ. എന്തിനേറെ പറയുന്നു, ഇവിടുത്തെ ഒരു മോൾ ഓഫ് എമിറേറ്റ്സിൽ പോയാലോ, ദുബായ് മോളിൽ പോയാലോ, നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ നമ്മൾ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കയറാൻ പറ്റാത്ത ഒട്ടനവധി കടകളുണ്ട്. സോ എന്തെങ്കിലും അവിടെ കയറണം എന്നുള്ളൊരു ആഗ്രഹം, ആ ഒരു ഇൻട്രസ്റ്റ്, അത് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പവറാണ് ദുബായ്. ഒരുപക്ഷെ അതായിരിക്കാം നമ്മളെല്ലാം വീണ്ടും വീണ്ടും പൈസ ഉണ്ടാക്കാനും ഇവിടെ കൂടുതൽ സമയം നിർത്താനും പ്രചോദനമായി തീരുന്നത്.